നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരിക്കലും മുങ്ങില്ലെന്ന് ആണയിട്ട് പറഞ്ഞ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ച് മുങ്ങാനായിരുന്നു ടൈറ്റാനിക്കിന്റെ വിധി. ലോകത്തിന് ഇന്നും എന്നും അത്ഭുതമായിരുന്നു ടൈറ്റാനിക് എന്ന അക്കാലത്തെ ഏറ്റവും വലിയ യാത്ര ആവിക്കപ്പൽ. അതുകൊണ്ടാണല്ലോ അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോലും ഇത്രയും റിസ്ക് എടുത്ത് ആളുകൾ പോകുന്നത്. 1912 2200-ലധികം ആളുകളുമായി യാത്ര തുടങ്ങിയ ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു വലിയ അപകടം ഉണ്ടായപ്പോൾ അതിജീവിക്കാൻ കഴിഞ്ഞത് കപ്പലിൽ ഉണ്ടായിരുന്ന 700 പേർക്ക് മാത്രം. ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്ന് നൂറ്റാണ്ടൊന്ന് കഴിഞ്ഞെങ്കിലും അതിനെക്കുറിച്ചുള്ള കഥകൾക്ക് ഇന്നും ആരാധകർ ഏറെയുണ്ട്. ലോകത്തിന് ടൈറ്റാനിക്കിലുള്ള കൗതുകം അവസാനിച്ചിട്ടില്ല എന്ന് സാരം. എന്നാലും ടൈറ്റാനിക് പോലെ ഇനിയൊരു കപ്പൽ ഉണ്ടാകുമോ? ഇതിനിടെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ടൈറ്റാനിക് 2 ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെയാണ് ഒരു കോടീശ്വരൻ. ഓസ്ട്രേലിയൻ ശതകോടീശ്വരനായ ക്ലൈവ് പാമർ ആണ് വീണ്ടും ഒരു ടൈറ്റാനിക് നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുമായി നടക്കുന്നത്. 1912 അപകടം സംഭവിച്ച ടൈറ്റാനിക് കപ്പലിന്റെ അതേ പകർപ്പായിരിക്കും രണ്ടാം ടൈറ്റാനിക്കിനും. ലോകം നടുക്കിയ മഹാദുരന്തത്തെ ലോകം കണ്ട വിഖ്യാത സംവിധായകൻ ജെയിംസ് കാമറൂൺ വെള്ളിത്തിരയിലേക്ക് ആവാഹിച്ചപ്പോൾ പിറന്നത് ഒരു ഓസ്കാർ ചിത്രമായിരുന്നു. 1997 റിലീസ് ചെയ്ത ടൈറ്റാനിക് എന്ന് പേരിട്ട ബ്ലോക്ക് ബസ്റ്ററിൽ നായകരായി എത്തിയത് ലിയോനാർഡോ ഡിക്കാപ്രിയോയും കേറ്റി വിൻസ്ലെറ്റുമാണ്. നിരവധി ഓസ്കാർ പുരസ്കാരങ്ങൾ ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു. ടൈറ്റാനിക് വർഷങ്ങളായി നിരവധി പരിവേഷകരെയും ആകർഷിക്കുന്നുണ്ടായിരുന്നു. അത്തരമൊരു പരിവേഷണ യാത്ര കഴിഞ്ഞ ജൂണിൽ ദുരന്തത്തിലാണ് അവസാനിച്ചത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയിൽ ടൈറ്റൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ച് അതിലെ യാത്രക്കാരായ 5 പേരും കൊല്ലപ്പെട്ടു. കഴിഞ്ഞയിടെ ഡിസ്നി ഓപ്പറ ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പാമർ തന്റെ പദ്ധതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ട് ടൈറ്റാനിക് പോലെ വീണ്ടും ഒന്ന് കൂടി എന്ന ചോദ്യത്തിന് വീട്ടിലിരുന്ന് തന്റെ പണം എണ്ണുന്നതിനേക്കാൾ തനിക്ക് രസകരമായി തോന്നുന്നത് ടൈറ്റാനിക് ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഖനനത്തിലൂടെ സമ്പന്നനായി തീർന്ന വ്യക്തിയാണ് പാമർ. 2012 അദ്ദേഹം ആദ്യമായി ടൈറ്റാനിക് 2 എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. 2018 വീണ്ടും പദ്ധതിയുമായി മുന്നോട്ടു പോയെങ്കിലും കോവിഡ് മഹാമാരിയെ തുടർന്ന് പദ്ധതികൾ മാറ്റിവെക്കുകയായിരുന്നു. ഒരു ദശാബ്ദം മുമ്പായിരുന്നു ടൈറ്റാനിക് 2 എന്ന സ്വപ്നം പ്രഖ്യാപിച്ചുകൊണ്ട് പാമർ വീണ്ടും എത്തുന്നത്. ടൈറ്റാനിക്കിന്റെ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു പതിപ്പ് നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് ചെയ്യാൻ തക്കവിധ സമ്പന്നനും അസാധാരണ സ്വഭാവമുള്ളവനായിരുന്നു അദ്ദേഹം. എന്നാൽ മഹാമാരിയുടെ പിടിയിൽ ലോകം അമരുകയും തുറമുഖങ്ങൾ അടച്ചു പൂട്ടുകയും ചെയ്തപ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ പദ്ധതി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. കോവിഡ് കാലം അവസാനിക്കുകയും ക്രൂയിസ് കപ്പലുകൾ സജീവമാവുകയും ചെയ്തതോടെ വീണ്ടും തന്റെ സ്വപ്നം സഫലമാക്കാനുള്ള തയ്യാറെടുപ്പുമായി എത്തിയിരിക്കുകയാണ് പാമർ.